This guys. Hello guys, it's Galila Doha. So ഇന്ന് നമ്മളുടെ ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ എന്താണ് നമ്മളുടെ ഇത് യൂണിഫോം ഒക്കെ ഇട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആഫ്റ്റർ സ്കൂൾ റൂട്ടീൻ. സോ നമ്മളുടെ എന്താ പറയുക, സ്കൂളൊക്കെ വിട്ട് മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റിയാൽ നമ്മളുടെ അടിപൊളി അപ്പം അവിടെ തന്നെ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി. നമുക്ക് കുറച്ച് സ്കിൻ കെയർ കൂടി ചെയ്യാം. സ്കിൻ കെയറിൽ നമുക്ക് ഞാൻ ആകെ കൂടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അലോവേറ ജെല്ല്. റോസ് വാട്ടർ ഇടയ്ക്ക് മാത്രമേ ഉപയോഗിക്കലുള്ളൂ. മെയിൻ സാധനമാണ് അലോവേറ ജെൽ. സോ ഇന്ത്യയിൽ എന്താ പറയുക, നാച്ചുറൽ ഇല്ല. ഇവിടെ നാച്ചുറൽ ഇല്ല. ഇവിടെ ഓൺലി ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് എന്തിൻ്റെ എസ്റ്റർ ഫാർമസി എന്ന് പറഞ്ഞ സാധനം. എല്ലാം ഒരുപോലെയാണ്. ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് തേച്ചെടുക്കും. ഇത്രേ ഉള്ളൂ. എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ കഴിഞ്ഞു. റോസ് വാട്ടർ തേക്കുകയാണെങ്കിൽ ഇതിന് മുമ്പേ തേക്കണം, ടോണറായി. ദിസ് ഇസ് ജസ്റ്റ് എ മോയ്സ്ചറൈസിങ് ഇത് ഫോർ മീ. പക്ഷെ ഇത് പുറത്ത് പോകുമ്പോൾ ഇടരുത്. പുറത്ത് പോകുമ്പോൾ വൻ ടാൻ അടിക്കുന്നുണ്ട്, എന്താ അറിയില്ല. ബട്ട് ഇത് പുറത്ത് പോകുമ്പോട്ടാൽ ടാൻ അടിക്കും എന്നുള്ളത് എനിക്കറിയാം. എനിക്ക് ടാൻ അടിക്കും, നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും എനിക്കറിയില്ല. ഫേവറേറ്റ് പാർട്ട് ദ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ ഒരു അടിപൊളി സെൻ്റാണ് ചേസിങ് ഫയർഫ്ലൈസ്. ഈ സാധനം അടിപൊളിയാണ്. ഇത് എൻ്റെ ദീദീൻ്റെ അടുത്ത്, മൈ ദീദി ഈസ് ഹിയർ. ലൈക്ക് ഓക്കെ, ഇപ്പോൾ കോളേജിൽ പോയതാണ്. ഇപ്പോൾ വരും കുറച്ച് കഴിഞ്ഞാൽ. എന്നിട്ട് നമ്മൾ ഒരുമിച്ചാണ് ചായ ഒക്കെ കുടിച്ചത് എന്നല്ലേ, ബിക്കോസ് ഷീ കെയിം ഏർലി. ഞാൻ ബേസിക്കലി നഷ്താത്താന്നാണ് വിളിക്കൽ. ലെറ്റ്സ് കോൾ ഹർ നഷ്താത്ത. ഇത് വരൂല, നല്ലൊരു പ്രശ്നമുണ്ട്. ഉപ്പ ഉണ്ടോന്നാണ് ഇതുവരെ തീർന്നില്ല. തീരുമ്പോ ഞാൻ പറയാം. ജസ്റ്റ് കയ്യിലും കാലിലും ഒക്കെ തേക്കുക. ഇത് ഭയങ്കര അബ്സോർബിങ് ആണ് കാലിലേക്ക്. സോ അതാണ് ഉമ്മ വിളിച്ചതാണ് ഗൈസ്. എന്തോ അനിയനോട് പറയണം. അനിയൻ അവിടെ ഉണ്ട്, കാണുന്നുണ്ടോ? ഓൺലൈൻ ക്ലാസ് അറബി അവിടെ ചെയ്തോട്ടെ. അപ്പോൾ ഈ ഒരു സെൻറ്റിന് എനിക്ക് കുറേ കോംപ്ലിമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഐ ഡോണ്ട് നോ വാട്ട്, ബട്ട് കുറേ കോംപ്ലിമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വന്നിട്ട് ഇതുവരെ ചായ കുടിച്ചില്ല. ഞാൻ 4 മണിക്ക് വന്ന് പിന്നെ ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് ആ വീഡിയോ എന്നിട്ട് ഞാൻ ഗാലറിയിൽ നിന്ന് ഡിലീറ്റ് ആക്കി. പക്ഷേ അത് എക്സ്പോർട്ട് ആവുന്നതിന് മുമ്പ് ഞാൻ ഡിലീറ്റ് ആക്കി. ആൻഡ് ഐ വാസ് ലൈക്ക് വാട്ട് ദ ഹെക്ക് ഡിഡ് ഐ ഡു? ആ സാധനം ഞാൻ എനിക്ക് പൊട്ടത്തിയാണ് വിചാരിച്ചത്. അത്രയും ബോധമില്ല. പിന്നെ ഞാൻ റീസ്റ്റോർ ചെയ്യാൻ നോക്കിയിട്ട് കഴിയുന്നില്ല. ഞാൻ ക്ലൗഡ് പോയി, പക്ഷെ ക്ലൗഡ് ഒന്നും എനേബിൾ ചെയ്ത് വെച്ചില്ലേ, പൊട്ടത്തി അതിനോ. അപ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ട് പകുതി ഇത് പോയി. പിന്നെ എഡിറ്റ് ചെയ്തൊന്നും കാര്യമായില്ല. 4 മണിക്ക് എത്തി, 5:30 കഴിഞ്ഞ് 5:34 5:34. അപ്പോൾ ഇനി നമുക്ക് ചായ കുടിക്കാം. ഇനി ചായ ചൂടറിയണം, ചൂടാക്കേണ്ടി വരും മിക്കവാറും. ഇന്ന് നമ്മൾ പുതിയ കപ്പ് വാങ്ങി. സോ നമ്മൾ കപ്പാണ്. ഏത് കപ്പ് എടുക്കും? ഓക്കെ, പുതിയ കപ്പാണ് ഗൈസ്. ഇത് കേക്ക് വെച്ച പുതിയ കപ്പ് കേട്ടോ.
അപ്പം ഇതിലാണ് ഞാനിന്ന് കുടിക്കുന്നത്. നമുക്ക് കുടിക്കാം. ഹായ് തിളച്ചായിരുന്നുണ്ട്. കുടിക്കാം. കുടിക്കാം, ചായ കുടിക്കാം. എന്തേ പുതിയ സൈക്കിൾ കിട്ടി? ഇതാണ് എന്റെ ചായ സ്പോട്ട് ഗായ്സ്. ദീദി ഓടിക്കാം. ഇങ്ങനെ കാത്തിക്കണേ. അതാ നിസ്താത്തിന്റെ ഓട്ടോയില് നിസ്താത്ത വന്നിരിക്കുന്നു. ഹായ് ഇങ്ങോട്ട് ഇങ്ങോട്ട്. പോവാ. ഞാൻ ഒരാളെ കാണിച്ചു തരാം. യൂട്യൂബാണ്, ക്ലാസ് കഴിഞ്ഞിട്ട്. ഗൈസ് നോക്കൂ. ഓക്കെ ഗൈസ്, പിന്നെ ഇന്ന് നമുക്ക് ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനുമാണ്. മമ്മ ഉണ്ടാക്കിയതാണ്. സോ നമുക്കത് കഴിക്കാം. ദിസ് ഗൈസ്, ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനും തിന്നാം. ഗൈസ്, ഇനി നമുക്കൊരു ട്യൂഷൻ ക്ലാസ്സും കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഡ്രസ്സ് പോയി മാറ്റി ചായ ചിന്തി. അപ്പം നമ്മൾ പിന്നെയും ചായ ഉണ്ടാക്കി വേറെ കപ്പെടുത്ത പ്രാവശ്യം പാൽ ചായയാണ്. പിന്നെ ഒരു പഫ്സ് കിട്ടി ഗൈസ്, വെജിറ്റബിൾ പഫ്സ് ആണ്. ഞാൻ എഗ് പഫ്സ് കിട്ടില്ല, എന്താ അറിയില്ല. ഞാനിത് കഴിക്കാൻ പോകണം. മഴ അപ്പം കഴിച്ചിട്ട് വരാം. ഓക്കെ, ആ പഫ്സ് ആര് കൊണ്ടുവന്നറിയോ? നെസ്താത്ത കൊണ്ടുവന്ന ഈ കൊള്ളാൻ നെസ്താത്ത. ഓക്കെ, അപ്പോൾ നെസ്താത്ത കൊണ്ടുവന്ന എന്താ നിൽക്കണേ. ഇനി നമുക്കൊരു ഭീകരമായ പണിയുണ്ട്. ഭീകരമൊന്നുമല്ല, കുറച്ച് ഒരു ചെറിയൊരു പണിയുണ്ട്. ലൈക്ക് എല്ലാ ദിവസവും നമ്മൾ ടേൺ റൗണ്ട് ചെയ്യും. ഞാനും നെസ്റ്റാത്തായിരിക്കും മിക്കപ്പോഴും ഉണ്ടാവുക. ഫാൻ ഓഫ് ആക്കട്ടെ. എന്താന്നിപ്പോൾ നമ്മളെ റൂം കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ? ഒരു റൂം ഇതിനായിട്ട് നമ്മളെ വീട്ടിലുണ്ട്. നിങ്ങളെ വീട്ടിലുണ്ടോ അങ്ങനെ ഒരു റൂം? ഈ റൂമിൽ ഇപ്പോൾ ആരുമില്ല. ഈ റൂമിലുള്ള ആൾക്കാർ ഇപ്പോൾ ഖത്തറിലാണ്. സോ അതുകൊണ്ട് ഓക്കെ,
ചെയ്യാം. എന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ വീഡിയോ മാത്രം എടുത്ത് ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നല്ല അടി കിട്ടും. എൻ്റെ അടുത്ത് നീ ക്യാമറ വാങ്ങി വെക്കും, ഐ മീൻ ഫോൺ വാങ്ങി വെക്കും. അപ്പോൾ അതിനെക്കാട്ടും നാളെ നമുക്ക് ചിക്കിയിടുന്നതാണ്. സോ നമ്മൾ ഇങ്ങനെ ലോണ്ടറി ചെയ്യാൻ നമ്മൾ പറയാറില്ല, നമ്മൾ ചിക്കിയിടാന്നാണ് പറയല്. നിങ്ങളവിടെ എന്താ പറയല് എനിക്കറിയില്ല. ചിക്കിയിടാന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ഞാനിത് പോയിട്ട് ചിക്കിയിടട്ടെ. ഗൈസ്, ഇനി നമുക്ക് ഇവിടുന്ന് പോവാം. ഈ ബാസ്ക്കറ്റ് നമ്മൾ അവിടെ വെക്കാം. ഇവിടെ അങ്ങനെ വെച്ചാൽ ഓക്കെ. നമ്മൾ പിന്നെയും ഈ സ്ഥലത്ത് എത്തി. നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വാ, മഴ നല്ല തണുപ്പുണ്ട്. നേരത്തെ കുറേ കിളിയില്ലേനോ? കിളി കാക്കനെ മാത്രം ഇപ്പോൾ കേൾക്കുന്നുള്ളൂ. ഞാൻ ഇതൊക്കെ റംബൂട്ടാനുണ്ട്. എനിക്ക് റംബൂട്ടാൻ്റെ അടുത്തുനിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല. ഇത്രയും ഭംഗിയുണ്ട്. കുറേ ഇങ്ങനെ എന്താ പറയുക, കുറേ ഇങ്ങനെ കാണാം. ഇങ്ങനെ ഫുള്ളിങ്ങനെ റെഡാണ്. നല്ല കാറ്റുണ്ട്. കരണ്ട് പോകാൻ നല്ല ചാൻസ് ഉണ്ട്. നമ്മളെ കുഞ്ഞി ബാൽക്കണിയാണിത്. ഇവിടെ ഞാൻ എൻ്റെ ഫേവറേറ്റ്, ഈ വീടിൻ്റെ എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് എൻ്റെ ബെഡ്റൂമും പിന്നെ ഈ ബാൽക്കണിയാണ്. ഫുൾ എവിടെ നോക്കിയാലും പ്ലാന്റ്സ് ഉണ്ട്. നമ്മളുടെ ചിക്കുവിൻ്റെ മരം, വി കോൾ ഇറ്റ് സപ്പോട്ട. ബ്ലോഗിൽ കുറച്ച് സ്റ്റാൻഡേർഡ് ആണല്ലോ, അങ്ങനെ പറഞ്ഞതോ. നമ്മൾ എൻ്റെ റൂം കണ്ടോ ഗൈസ്, നല്ല അടിപൊളിയായിട്ടുള്ളേ, നല്ല കിടിലനായിട്ടുണ്ട്. അതപ്പോൾ കയറി വരുമ്പോഴേക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാനായിട്ട് വരുള്ളൂ. ലൈക്ക് ഇപ്പോൾ ടിഫിൻ കേക്ക് വെക്കാനുണ്ടാവും, പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി കുളിക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ എന്താണ് ഇവിടെ ജസ്റ്റ് എനിക്കൊരു ട്രീറ്റ് ആവും. അപ്പോൾ ഒരു ചെറിയൊരു വൃത്തിയാക്കൽ പണി ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മളെ പണി ചെയ്യാം. നമുക്ക് പഠിക്കണം. ട്യൂഷൻ കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കണം. എന്താ സെറ്റ് വ്യൂ അറിയോ? എനിക്ക് ഇഷ്ടമാണ്. ഭയങ്കര കോസി വൈബാണ്. അപ്പോൾ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എനിക്കിഷ്ടമില്ലാത്തത്. ഇവിടെ ബസ്സും ലോറിയും ഉള്ള ഓട്ടോറിക്ഷയും ഒക്കെ അവിടെ പോയി നമുക്കിവിടെ വൃത്തിയാക്കാം. ഓക്കെ, ലുക്ക് അറ്റ് ദിസ് ഗൈസ്. ഒക്കെ ഒരൊറ്റടിക്ക്. പിന്നെ ഇവിടെ കുറച്ച് വൃത്തിയോടുണ്ടായിരുന്നു. ആൻഡ് ഇവിടെ ഈ സാധനമില്ലേനും. ഇതെനിക്ക് ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ റൂമില്ലേ, ആ റൂമിൽ നിന്ന് എനിക്ക് കണ്ണപ്പെട്ടൊരു സാധനം. അപ്പം ഞാൻ ഫുൾ പൊട്ടിയാണ്. അപ്പോൾ അതൊക്കെ തുടച്ച് ഞാൻ അതിൻ്റെ മുകളിൽ ബുക്ക് വെച്ച്. കാരണം ഇല്ലേ, ഞാൻ നേരത്തൊക്കെ ബുക്ക് വെച്ചത് എന്തിൻ്റെ മുകളിൽ ഞാൻ കാണിച്ചു തരാം. ആ ഒരു ടീപ്പോയിൻ്റെ മുകളിലാണ് ഞാൻ വെച്ചത്, ഈ ഒരു ടീപ്പോയിൻ്റെ മുകളിൽ. അപ്പം ലൈക്ക് ഇൻ്റെതും ലായ്ക്കിൻ്റെതും ഗച്ചുൻ്റെതും ഒക്കെ ലൈക്ക് ഒരുമിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുൾ ടൈം ടേബിൾ വെക്കുമ്പോൾ ഇങ്ങനെ മാറും. അപ്പോൾ ഫുള്ള് രാവിലത്തേക്കൊക്കെ ആകുമ്പോൾ പഠിക്കാൻ തോന്നില്ല. അങ്ങനെ ഒരു ഇത് വൃത്തിയുണ്ട്. എനിക്കിപ്പോൾ തന്നെ ഇരുന്ന് പഠിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇരുന്ന് പഠിക്കാം. ഇസ്താത്ത് ഇതുവരെ വന്നില്ല. ഇസ്താത്ത പുറത്ത് പോയി എന്തോ ആവശ്യത്തിന്. അപ്പോൾ വരും, എന്തോ വാങ്ങാൻ പോയതിട്ടേക്കും. വന്നിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം. കുറേ ബുക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നല്ല ഷെൽഫിൽ നല്ല അടിപൊളിയായി വെച്ച് സ്റ്റാക്ക് ചെയ്ത് വെച്ച്. ദെൻ വോട്ട് അതൊക്കെ പോട്ടെ.
വൃത്തിയാക്കണം. ലോണ്ടറി ചെയ്ത് വന്ന ഡ്രസ്സ്, തിരുമ്പി വന്ന ഡ്രസ്സാണ്. അപ്പം അതൊന്ന് വൃത്തിയാക്കിയിട്ട് ബാക്കി നമുക്ക് ചെയ്യാം. നമ്മളുടെ ദിവാലിക്കോട്ട് ഇങ്ങനെ ലൈക്ക് ഇവിടുന്ന് പഠിക്കുന്നുണ്ട്. ഹായ് പറയും ലൈക്ക്. പിന്നെ നമുക്ക് അത്രേ ഉള്ളൂ. നമ്മുടെ എല്ലാ സ്ഥലവും ഇവിടെ വൃത്തിയിൽ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇതെന്താ ഇങ്ങനെ? ഇവിടെ ഒരു സുഖമല്ല. ഇവിടെ പഴയ നമ്മളുടെ TV ഒക്കെ ഉള്ള സ്ഥലമാണ്. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട്. ഓക്കെ, ഇത് കറക്റ്റ്. നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് ഇസ് പ്രോബബ്ലി മാത്സ്. പക്ഷെ മാത്സ് ട്യൂഷൻ ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ ഹിസ്റ്ററി പഠിക്കാം. എന്നിട്ട് മാത്സ് ട്യൂഷന് പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മാത്സ് പഠിച്ചിട്ട് പിന്നെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. ഓക്കെ. നമുക്ക് ഇനി പഠിത്തം പോവാം. ട്യൂഷന് കഴിഞ്ഞ് ഗൈസ്. ട്യൂഷന് റെക്കോർഡ് ചെയ്യാൻ ഞാൻ മറന്നുപോയി, കാരണം താഴത്തെ ഇനി ഫോണ്. അപ്പോൾ ഇനി നമുക്ക് പഠിത്തത്തിലേക്ക് പോകാം. ഞാൻ പഠിച്ച് തുടങ്ങിയപ്പോഴാണ് റെക്കോർഡ് ചെയ്യേണ്ട ഓർമ്മ വന്നത്. ഐ എം നൗ സ്റ്റഡിയിങ് ജിയോഗ്രഫി. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ മാത്സ് ഉണ്ട്. മാത്സ് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് ഉണ്ട്. സമയം എത്രയായി? 9 മണിയാവുന്നുള്ളൂ. സോ വി ഹാവ് സോ മച്ച് ടൈം. പിന്നെന്താ, പിന്നെ ഫുഡ് കഴിക്കണം. അത്ര അതുകൂടി കഴിഞ്ഞാൽ ഇറ്റ്സ് gonna be the end of this routine, evening routine. Sorry, night routine. Okay? Bye-bye. നമുക്ക് പഠിക്കാം. The world's greatest authority in modern dancing. Perfect. ഫുഡ് കഴിക്കാനൊരു മൂഡില്ല. അത് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. പക്ഷെ അപ്പോഴത്തേക്കും കിച്ചണൊക്കെ ക്ലോസ് ആയി ഞാൻ ഒറ്റയ്ക്ക് പോയി കഴിക്കുന്നതായിരിക്കും. വലിയ രസമൊന്നും ഉണ്ടാവില്ല. ആൻഡ് പിന്നെ അപ്പോൾ ഫോൺ കണ്ടിരിക്കുകയാണ്, ഫോൺ വ്ളോഗ് എടുത്തിരിക്കുകയാണ് എന്നുള്ളത് ഉമ്മ കണ്ടാലും ഉമ്മ ചീത്ത അറിയും. അതുകൊണ്ട് നമ്മളുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനിയും കുറേ ഇതുപോലത്തെ വീഡിയോ വരും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. സോ അത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതാണ്, നിങ്ങളെങ്ങനെയാണ് പഠിക്കുന്നത്, ടെക്നിക്സൊക്കെ എനിക്ക് കമൻറ്റിൽ അറിയിച്ചു തരാം. എന്നിട്ട് ഞാൻ ഓരോന്ന് ചെയ്യാം. ഞാൻ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അതിൽ. ഡ്രോയിങ്, പെയിൻറ്റിങ്, അതേപോലെ നമുക്ക് എന്താ പറയുക, പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വേറെ കാര്യപരമായിട്ടൊന്നുമില്ല. പിന്നെ രാത്രികത്ത് സ്കിൻ കെയർ ഒക്കെയാണ്. അതൊക്കെ പിന്നെ സ്കിൻ കെയർ ചെയ്യുക, ജേർണൽ ചെയ്യുക, അതാണ്. അതേ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഫുൾ ബോറാവും. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു മോർണിംഗ് റുട്ടീൻ ചെയ്യാം. സോ ദാറ്റ്സ് ദാറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ ബൈ. സീ യു സൂൺ.